നമുക്ക് അറിയത്തില്ല. നമ്മൾ വന്നേ ഉള്ളൂ. എന്താ നമ്മൾ അകത്തോട്ട് ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒറ്റ കാര്യം, തട്ടിപ്പിലെ വാഹനമാണെങ്കിൽ പിടിച്ചെടുക്കുമോ? അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾ ചെല്ലട്ടെ, നമുക്ക് അറിയത്തില്ല. കസ്റ്റംസ് വിളിച്ചപ്പോൾ നിങ്ങൾ വരുന്നതിന്റെ മോട്ടോർ വെഹിക്കിൾ വരുന്നതിന്റെ കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ദുൽഖർ സൽമാന്റെ കൊച്ചി എലങ്കുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ദുൽഖറിന്റെ എലങ്കുളത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥൻ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ അകത്തേക്ക് പോകട്ടെ, പോയി കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് ഒറ്റവരിയിൽ ഒരു പ്രതികരണം നടത്തിയത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദുൽഖർ സൽമാന്റെ കൊച്ചി എലങ്കുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. ഈ കോഴിക്കോടും കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. തൊണ്ടയാടുള്ള റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. അതേപോലെ കൊച്ചിയിൽ നടൻ അമിത് ചക്കാലക്കലിന്റെ ടൊയോട്ട പ്രാഡോ സംബന്ധിച്ചിട്ടുള്ള ആ വാഹനത്തെക്കുറിച്ചും ഉള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നംകോർ എന്നാൽ ആ വാക്കിനർത്ഥം വാഹനം അഥവാ കാർ എന്നാണ്. ഓപ്പറേഷൻ നംകോർ എന്ന പേരിട്ടിരിക്കുന്ന ഈ കസ്റ്റംസിന്റെ പരിശോധന കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ അത് പ്രധാനമായും പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടുകളും കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകൾ നടക്കുന്നത് എന്നതാണ്. നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ദുൽഖർ സൽമാന്റെ കൊച്ചി എളംകുളത്തെ വീട്ടിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. അവിടേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വരാൻ ഇടയായ സാഹചര്യം അന്വേഷിച്ചപ്പോൾ ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. അകത്ത് പോയി കാണട്ടെ, പരിശോധിക്കട്ടെ എന്ന് മാത്രം ഒരു പ്രതികരണം നടത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദുൽഖർ സൽമാന്റെ എലംകുളത്തെ വീട്ടിനകത്തേക്ക് ഗേറ്റ് തുറന്ന് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന, കോഴിക്കോട് അടക്കം വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പരിശോധനകളുടെ വിവരങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.